ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ ഈ പരാജയത്തിൻ്റെ ഒരു കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ രണ്ട് സുകുമാരൻ നായരുടെയും എന്ന് ചേർത്ത് പറയേണ്ടി വരും. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയൻ ഈ 2016 വിജയം ആലോചിക്കുന്നു. 2016 വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുകയും BJPയുടെ ആശീർവാദത്തോടുകൂടി BDJS എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു. CPMൻ്റെ എല്ലാ കാലത്തെയും ഒരു ജാതി വിഭാഗം നോക്കിയാൽ നട്ടലായി നിന്ന് ഈഴ വിഭാഗത്തിൽ നിന്ന് ഒരു ആളുകൾ BJPയിലേക്ക് പോകുന്നൊരവസ്ഥ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ CPM ആണ്, അല്ലെങ്കിൽ CPI ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഒരു 5% പേര് പോലും BJPയിലേക്ക് പോകുന്നില്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു നേരിട്ട് BJPയിലേക്ക് വരാതിരിക്കാൻ വരുന്നൊരു തടസ്സം മാറ്റാൻ വേണ്ടിയാണ് BDJS ഒരു സംഘടന ഉണ്ടാക്കിയത്. ആ സമയത്ത് കേരളത്തിലാകെ VS അച്യുതാനന്ദൻ ചെയ്തത് എന്താണ്? VS അച്യുതാനന്ദൻ ചെയ്തത് വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ, അതിരൂക്ഷമായ ആക്രമണം നടത്തുകയാണ്. പറന്ന് നടന്ന് മാലിന്യം വിതറുന്ന അന്നൊരു ഹെലികോപ്റ്ററൊക്കെ BJP വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു. പറന്ന് നടന്ന് മാലിന്യം വിതറുന്ന നടേശൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ മൈക്രോ ഫിനാൻസ് പദ്ധതി അടക്കം കൊണ്ടുവന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം നിരവധി കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് സർക്കാർ വന്നപ്പോഴേക്കും പിണറായി വിജയൻ്റെ സ്വന്തക്കാരനായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ അല്ലെങ്കിൽ മുസ്ലിം വിദ്വേഷം പറഞ്ഞ മറ്റൊരു സാമുദായിക നേതാവും കേരളത്തിൽ കാണില്ല. അദ്ദേഹത്തെ കാറിൽ കയറ്റിയതോ ഒരു ചെറിയ സംഭവമായി പറയാം. പക്ഷേ ആളുകൾ അതുവഴി ഉണ്ടാകുന്ന ഒരു സന്ദേശം ഉമ്മൻചാണ്ടിയുടെ കാർ പോലെയല്ല, വന്ന എല്ലാവരെയും വിളിച്ച് കയറ്റുന്ന ഒരു കാറൊന്നുമല്ല പിണറായി വിജയന്റെ കാർ. അതിൽ അങ്ങനെ ആരെയും ഒരാളെ വിളിച്ച് ക്ഷണിക്കാതെ കയറില്ല. അവിടെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾക്ക് കയറ്റിയപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാത്രമല്ല ഹിന്ദു വിഭാഗത്തിനിടയിലൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ചരിത്രം എടുത്താൽ എന്നൊക്കെ ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ജനം ജയിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. അതായത് നമുക്കറിയാം, ഒരു ഭരണ രംഗത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ചില സാമുദായിക ഇക്വേഷൻസ് ഒക്കെ പാലിക്കേണ്ടി വരും. അത് മുൻകാലങ്ങളിൽ എല്ലാ ആരും പറയും. ഇപ്പോൾ VS ആയിരിക്കും അതിൽ ഒരു വ്യത്യസ്തനായ വ്യക്തി. ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും ഏറെക്കുറെയൊക്കെ അത് പാലിച്ചായിരിക്കും പോവുക. അതായത് അവരുടെ പ്രസ്താവനകൾക്ക് അല്പം പ്രാധാന്യം കൊടുക്കുക, അവരുമായി ഒരു ബന്ധമൊക്കെ സൂക്ഷിക്കുക. പക്ഷേ പിണറായി വിജയൻ അതിൻ്റെ സമസ്ത സീമകളും ലംഘിച്ചു എന്നതാണ് അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും പിഴവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ട ഘട്ടങ്ങളുണ്ടായിരുന്നു, ആ ഘട്ടങ്ങളിൽ തിരുത്തിയില്ല. വെള്ളാപ്പള്ളിയുമായി അടുപ്പം പാലിക്കാം, സുകുമാരൻ നായരുമായി അടുപ്പം പാലിക്കാം, ക്രൈസ്തവ സഭാ നേതാക്കളുമായി അടുപ്പം പാലിക്കാം. പക്ഷേ അതിൻ്റെ ഒരു വൃത്തമുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കാതെ കൃത്യമായി പാലിക്കാൻ പിണറായിക്ക് അവിടെ ഒരു വ്യത്യാസം കൂടി ഉണ്ടായി. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതാക്കളല്ല, അപ്പോൾ എല്ലാ നേതാക്കളും കരുണാകരനായാലും AK ആന്റണി അങ്ങനെ നേരിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പരോക്ഷമായൊക്കെ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നേരിട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവരുമായിട്ട് വലിയ ബന്ധമുള്ളവരായിരുന്നു. അവിടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ഒരേ സമയം കേരളത്തിലെ രണ്ട് സാമുദായിക നേതാക്കൾ അല്ലെങ്കിൽ മത നേതാക്കളൊക്കെ VD സതീശനെതിരെ പരസ്യമായി വ്യക്തിപരമായ അധിക്ഷേപം അടക്കം നടത്തുകയാണ്. പക്ഷേ അതെല്ലാം VD സതീശനുള്ള ഒരു പിന്തുണയാവുകയായിരുന്നു. അവരുടെ എല്ലാം പിന്തുണ, പിണറായി വിജയന് കൊടുത്ത പിന്തുണ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ അത് പിണറായിക്കെതിരായ ഒരു വികാരം സൃഷ്ടിച്ചു. അത് ആ സാധ്യത തിരിച്ചറിയാനുള്ള VD സതീശന്റെ പൊളിറ്റിക്കൽ ബുദ്ധി കൂടി ഞാൻ കാരണം ഒരു ഭാഗത്ത് എന്നെ എതിർക്കുന്ന സമുദായ നേതാക്കൾ, അങ്ങനെയെങ്കിൽ എന്തായാലും അവരുടെ പിന്തുണയില്ല. ഒരു പക്ഷേ VD സതീശനെ അവരും പിന്തുണച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സതീശനും മയങ്ങിപ്പോയേക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം പൊളിറ്റീഷ്യൻസ് ആണ് എല്ലാവരും. പക്ഷേ എന്തായാലും രാഷ്ട്രീയ സാഹചര്യം അപ്പോഴുണ്ടാക്കിയത് എല്ലാവരും പിണറായിക്കൊപ്പം നിൽക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നയാൾ എന്ന ഒരു പ്രതീതി സ്വയം ഉണ്ടാവുകയും സതീശൻ അത് എൻകാഷ് ചെയ്യാവുന്ന കൃത്യമായ പൊളിറ്റിക്കൽ കമന്റുകളും നീക്കങ്ങളും നടത്തി എന്നതാണ് സതീശൻ നടത്തിയത്. അല്ല, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സതീശൻ അത് വളരെ കൃത്യമായി തിരിച്ചറിയുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ തനിക്കെതിരെ സംസാരിക്കുന്നു. സുകുമാരൻ നായരെ പോലെ എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും VD സതീശൻ എന്ന നേതാവിനെതിരെ പറഞ്ഞ മട്ടിൽ വ്യക്തിപരമായ അധിക്ഷേപം മറ്റേതെങ്കിലും ഒരു നേതാവിനെതിരെ പറയാൻ കോൺഗ്രസിൽ ആരും അതിനെ പ്രതിരോധിക്കാനൊന്നും വന്നില്ല. ഇവർക്കെല്ലാം എതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ആക്രമണം നടത്തിയിട്ടുള്ള ഒരാൾ VS അച്യുതാനന്ദനാണ്. പക്ഷേ VSനെതിരെ തിരിച്ചു പറയാൻ ഇവർക്കെല്ലാം ഭയമായിരുന്നു. പറഞ്ഞാൽ VSനെതിരെ പറഞ്ഞാൽ പാർട്ടി നേതാക്കളും അണികളും ഒക്കെ ഒറ്റയടിക്ക് നിന്ന് ഇവർക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കും, അവർക്കെതിരെ ആക്രമണം നടത്തും. പക്ഷേ ഇത് കോൺഗ്രസിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിലും സതീശൻ അവിടെ ഒരു രക്തസാക്ഷി ഇമേജ് കൂടി സൃഷ്ടിച്ചു. എന്നെ ഇങ്ങനെ വലിയ സാമുദായിക നേതാക്കളൊന്നും പിന്തുണയ്ക്കാനില്ല, ഞാൻ ഈ സാധാരണക്കാരുടെ ഒപ്പമാണ്. അപ്പോൾ ഈ സമുദായത്തിൽ പെടുന്ന ആളുകൾ തന്നെ, ഏറ്റവും സാധാരണക്കാരായ SNDPയിൽ പെടുന്ന ആളുകളും NSSൽ പെടുന്ന ആളുകളും ഒക്കെ ഈ നേതാക്കളുടെ ധാർഷ്ട്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നവരല്ല. അത് UDFന് ഗുണമാവുകയും ഒരു തരത്തിൽ അവരെയൊക്കെ താലോലിക്കാൻ പരമാവധി ശ്രമിച്ച ഈ വെള്ളാപ്പള്ളിയുടെ ഒരു വ്യക്തിപരമായ ആഘോഷ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പിണറായി വിജയൻ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിന് തൊട്ടു മുമ്പാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട പ്രസ്താവന നടത്തുന്നത്. അവിടെ അതിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് അങ്ങനെയല്ല ജനം ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനെ പോലെ നേതാവിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ തുടർഭരണം നൽകിയ പിണറായി വിജയൻ നികൃഷ്ട ജീവി എന്ന് നോക്കി ബിഷപ്പിനെ നോക്കി വിളിച്ച, അല്ലെങ്കിൽ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തും ഒരു തിരുകേശം എന്ന് പറഞ്ഞ ഒരു ഒരെണ്ണം കൊണ്ടുവരുമ്പോൾ ഇത് ബോഡി വേസ്റ്റ് ആണ് എന്ന് ഉറക്കെ പറയുന്ന ഏത് നേതാവിന് മുന്നിലും ഒരു ഇടത് ആർജവത്തോടു കൂടി വർത്തമാനം പറയുന്ന ആർജവമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരാളുടെ ഇന്ന് വല്ലാത്ത രീതിയിലേക്ക് പിന്നോക്കം ഉണ്ടാവുകയും
മറ്റൊരാൾക്ക് ഈ സഹായം കിട്ടി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ തട്ട് ഉയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് സാഹചര്യം. കിരൺ, നമുക്ക് പിണറായി വിജയൻ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടാനിഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളുമൊക്കെ ഉണ്ടാക്കിയ നഷ്ടം, ഈ സർക്കാരിനും മുന്നണിക്കും ഒടുവിൽ ഭരണത്തിലും ഉണ്ടാക്കിയ നഷ്ടം, അതുകൂടി ഒന്ന് പരാമർശിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ? ഇതിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരത്തെയുമുണ്ട്, യഥാർത്ഥത്തിൽ ആദ്യ സർക്കാരിൻ്റെ കാലത്തുമുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, അതുകൊണ്ട് ഇതൊന്നും ഏശിയില്ല. ഇതായിരുന്നു 2021 ഉയർത്തിയ വാദം. പക്ഷേ അത് ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിസ്ഥാനം കൃത്യമായി അത് പൊളിറ്റിക്കലി ഈ 5 വർഷവും പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കപ്പെടുത്താനും ഒരു പരിധിവരെ CPM അണികൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കി നിർത്താനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ്. അതിനെ കൃത്യമായി പ്രതിരോധിക്കാനോ വിശദീകരണം നൽകാനോ CPM-നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞില്ല എന്നതുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി ഈ നഷ്ടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു. സജിത്തെ, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടല്ല മന്ത്രിയായത്. അതിനു മുമ്പൊക്കെ മന്ത്രിയാവാൻ യോഗ്യനായ ആൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനാണെങ്കിൽ ആ സമയത്ത് എൻ ഷംസീറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, വീണ്ടും രണ്ടാമത് വരുന്ന ഒരു നേതാവ്, MLA ആവുന്ന നേതാവ് അവിടെ ഉണ്ട്. മലബാറിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കണമെങ്കിൽ അങ്ങനെ ഒരാളുണ്ട്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ടാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരുന്നത്. എല്ലാ കാര്യങ്ങളും ന്യായമായിട്ടാണ് ചെയ്യുന്നതെന്ന് ജനത്തിനൊരു തോന്നലുണ്ടായാൽ ഈ തോന്നൽ സ്വാഭാവികമായും ന്യായമുണ്ട്. റിയാസ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ ജനത്തിനുണ്ടായ തോന്നൽ എന്താണ്? മുഹമ്മദ് റിയാസിന് ഈ പ്രാധാന്യം കിട്ടിയതെല്ലാം ഇത് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണ്. മറ്റു മന്ത്രിമാരെക്കാളൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിലടക്കം അങ്ങനെ ഒരു തോന്നലുണ്ട്. ദേശീയ മാധ്യമങ്ങളൊക്കെ വന്നാൽ പലപ്പോഴും മുഖ്യമന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും കേരളത്തിലൊരു രണ്ടാമൻ എന്ന തരത്തിലേക്കൊക്കെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിനെ സ്വാഭാവികമാണ്, മാധ്യമങ്ങൾ അങ്ങനെ ചിത്രീകരിക്കും, എതിർ പാർട്ടികൾ അങ്ങനെ ചിത്രീകരിക്കും. പക്ഷേ ഇതിനെ സമർത്ഥമായി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിലോ പരാജയമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ PK ശ്യാമള ഇപ്പോൾ മത്സരിപ്പിച്ചത്. ഈ PK ശ്യാമളയുടെ വിഷയം ഇത് തന്നെയാണ്. PK ശ്യാമള അവിടെ മത്സരിപ്പിക്കാൻ അയോഗ്യയായ ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ PK ശ്യാമളയേക്കാൾ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന യോഗ്യരായ മറ്റ് ആളുകൾ ഉള്ളപ്പോൾ അതിനെ മാറ്റി നിർത്തി സ്വന്തം ബന്ധുക്കളാണെങ്കിൽ അവർക്ക് ഒരു പടി ന്യായമായി കിട്ടേണ്ട ഒരു അവകാശത്തെ ചിലപ്പോൾ ഒരു പടി പിന്നോട്ട് വലിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഒരു മാന്യത കാണിക്കേണ്ടത്. പക്ഷേ അത് കാണിക്കാതെ PK ശ്യാമളയെ മത്സരിപ്പിച്ച വഴി എന്താണ് ഉണ്ടായത്? അതിനുപോലും നൽകുന്ന വിശദീകരണം എൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, എല്ലാ നേതാക്കളുടെയും ബന്ധുക്കൾ ഒക്കെ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു പിണറായി വിജയൻ്റെ ഒരു എന്തായാലും സപ്പോർട്ടോ പിന്തുണയോ ഇല്ലാതെ PK ശ്യാമളയെ MV ഗോവിന്ദൻ അവിടെ മത്സരിപ്പിക്കാൻ തോന്നുന്നില്ല. ആ PK ശ്യാമളയുടെ മത്സരം ആ ഒരു മണ്ഡലത്തിൽ, കളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ ആലോചിക്കണം. MV ഗോവിന്ദൻ 10-20,000 വോട്ടിന് ജയിച്ചാണ്. അതിനുമുമ്പ് പിന്നെ ജെയിംസ് മാത്യു ജയിച്ചത് 10-40,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചൊരു മണ്ഡലമാണ്. ഇടത് കോട്ടയാണ്. അവിടെ ആരെ മത്സരിപ്പിച്ചാലും ജയിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ മാത്രമുള്ള പരാജയമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അത് ഒന്നുകിൽ MV ഗോവിന്ദനോട് പാടില്ല എന്ന് അദ്ദേഹം പറയണമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.